ഹലോ മുത്തോണിയിലെ ഇന്നത്തെ ഒരു വീഡിയോ മാങ്ങാപ്പുളിശ്ശേരി വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ മാങ്ങാപ്പുളിശ്ശേരി ആണ് സംഭവം. ഇതെനിക്ക് ഇപ്പോൾ ഒരു വർഷമായിരുന്നു കേട്ടോ ഇഷ്ടമായി തുടങ്ങിയത്. അതിന് മുന്നേ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഞാൻ കൂട്ടൂലായിരുന്നു കേട്ടോ. എനിക്ക് ഈ സാധനം ഇഷ്ടമേ. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൂട്ടി വെക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കും. 2-3 മാങ്ങ കിട്ടിയാലും അപ്പോഴത്തേനും ഉണ്ടാക്കും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ മാങ്ങ കിട്ടിയിരുന്നു. അത് വെച്ചാൽ നമ്മൾ അജ്മൽ കാക്കൻ്റെ അടുത്ത മാങ്ങയാണ്. അപ്പോൾ അവർ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അത് ഉണക്കമീൻ്റെ ഉള്ളിൽ ചാറാണ് കേട്ടോ. മുളകൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ തലേന്ന് ഉണ്ടാക്കിയതിൻ്റെ ചാറായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുണ്ടായപ്പോൾ നമുക്കൊരു സമാധാനം. പിന്നെ മാങ്ങ പുളിശ്ശേരിയും കൂട്ടി പപ്പടം കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഭവം കേട്ടോ. ഏതെങ്കിലും മാങ്ങ പുളിശ്ശേരി പൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെയാണല്ലോ അത്രയും കാലം തിന്നാതിരുന്നത് എന്നിട്ടോ. ഏതായാലും വേറെ ലെവൽ കേട്ടോ. അമ്മയും ചേച്ചിയൊക്കെ ഇതേപോലെ അങ്ങനെ തിന്നണതാണ്. എനിക്ക് എന്തോ ഒരു അറപ്പ് പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ രസമല്ലേ ഈ സംഭവം. അപ്പോൾ അത് കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കി നോക്കാം കേട്ടോ. മാങ്ങ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറയുള്ളൂ. തരാത്ത കുഞ്ഞമാനും കുഞ്ഞത്തികളൊക്കെ ഉണ്ടാവും. അവർക്ക് മാങ്ങ അടുത്തുള്ള ഇല്ലാണ്ടൊക്കെ എന്ന് പറയണ്ട. എല്ലാത്തൊരു ജാതി. അപ്പോൾ അതിന് ശേഷം എൻ്റെ മകളെ അട ഉണ്ടാക്കിയിട്ടുണ്ടോ. മകളല്ല ഞാൻ തന്നെ അട ഉണ്ടാക്കാൻ വേണ്ടി വാശി പിടിച്ചു. ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടി ഇല വെട്ടിയപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ഇല തന്നെ കിട്ടിയിട്ട് ഒക്കെ ഒടിഞ്ഞെടുക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പുറത്തൊടിയിൽ. അപ്പോൾ ഒരു ഇലയൊക്കെ മുറിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് വണ്ടർ ബെസ്റ്റിന് തല്ലുകൂടിയൊരു സാധനമാണല്ലോ ആ കിടക്കണത് എന്ന്. പിന്നെ എൻ്റെ മകൻ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ തിരഞ്ഞാണ്ട്. പിന്നെ അവിടെ മണ്ണുക്കളിയായി. പിന്നെ ഓനെടുത്തുകൊണ്ട് കഴുകിക്കലും പിന്നെ അട ഉണ്ടാക്കലും അട വേവലും പിന്നെ ചായ കുടിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ശേഷം വൈകുന്നേരത്തിന് ശേഷം അമ്മേൻ്റെ അലർജീൻ്റെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതോട് പോയി. അപ്പോൾ അവിടെ സാധനം കിട്ടിയില്ല. പിന്നെ നേരെ നമ്മൾ വിട്ടു ഇങ്ങോട്ട് വണ്ടൂർ ജാഫർ ഡോക്ടറെ അടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്ത് പോയപ്പോൾ വണ്ടൂരിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. രാത്രിയില്ലാത്ത ചെറിയൊരു ഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രമാത്രം വീഡിയോ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. പല ആളുകളും പല സ്ഥലത്തു നിന്നും പിന്നെ എൻ്റെ നാട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. സപ്പോർട്ടാക്കുക. ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവർക്ക് എല്ലാ മുത്തോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം തമ്പുരു.